നാച്ചുറോപ്പതിയും ഫങ്ഷൻ മെഡിസിനും ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ മാനേജ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇമ്മ്യൂണിറ്റി തന്നെ നമ്മളുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങളെയോ അല്ലെങ്കിൽ വിവിധ ടിഷ്യൂസിനെയോ അറ്റാക്ക് ചെയ്യുകയും അതൊരു അസുഖമായിട്ട് വരികയും ചെയ്യുന്ന കണ്ടീഷൻസിനെയാണ് നമ്മൾ ജനറലി ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ ആൻക്ലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്, സോറിയാസിസ്, അല്ലെങ്കിൽ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, അല്ലെങ്കിൽ ഇൻറ്റർസ്റ്റിഷ്യൽ ബൗൾ ഡിസീസ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് 100-100ഓളം കണ്ടീഷൻസിനെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എന്നൊരു കാറ്റഗറിയിൽ പെടുത്തും. അന്നേരം നമ്മൾ നാച്ചുറോപ്പതിയിലും അല്ലെങ്കിൽ ഫങ്ഷൻ മെഡിസിനിലും നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റൂട്ട് കോസ്, എന്തുകൊണ്ടാണ് ആ ഒരു കണ്ടീഷൻ വരുന്നത് എന്ന് കണ്ടുപിടിച്ച് ആ കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാരണത്തെ റിമൂവ് ചെയ്യുകയും അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു അപ്രോച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ റൂട്ട് കോസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു റൂട്ട് കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലേക്ക് പല കാര്യങ്ങൾ കൊണ്ട് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു. അത് ചിലപ്പോൾ നമ്മുടെ ഭക്ഷണം കൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് കൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മളുടെ എൻവയോൺമെൻറ്റിലുള്ള പല പല കെമിക്കലുകൾ കൊണ്ടാകാം. അന്നേരം അതാണ് ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് ആയിട്ടുള്ളൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് ഗട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഇൻറ്റസ്റ്റൈനിലുള്ള ഹെൽത്ത് ഇഷ്യൂസ്, എസ്പെഷ്യലി നമ്മളുടെ ഇൻറ്റസ്റ്റൈനിൻ്റെ ഹെൽത്ത് പ്രോപ്പർ അല്ല എങ്കിൽ, അല്ലെങ്കിൽ അവിടെ നിന്നുണ്ടാകുന്ന ഡൈജഷൻ പ്രോപ്പർ അല്ല എങ്കിൽ, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ പ്രോപ്പർ അല്ല എങ്കിൽ, അല്ലെങ്കിൽ അവിടെയുള്ള ഗട്ടിലെ ബാക്ടീരിയാസിനൊരു ഇംബാലൻസ് ഉണ്ടെങ്കിൽ, സോ അങ്ങനെയുള്ള കണ്ടീഷൻസിനെ ഗട്ട് ഡിസ്ഫങ്ഷൻ എന്ന് പറയും. അങ്ങനെ ഒരു ഗട്ട് ഡിസ്ഫങ്ഷൻസ് വന്നു കഴിഞ്ഞാലും നമ്മളുടെ ആ ഒരു ലീക്കി ഗട്ട് എന്ന് പറഞ്ഞൊരു ടെർമിനോളജി ഉണ്ട്. അതായത് നമ്മളുടെ ഗട്ടിലൂടെ ചില ടോക്സിൻസോ അല്ലെങ്കിൽ നമ്മളുടെ ഫുഡ് പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ ചില മൈക്രോബ്സോ ഒക്കെ നമ്മളുടെ ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും അതിനെതിരെ ബോഡി പ്രവർത്തിക്കുകയും അത് ഇൻഫ്ലമേഷനായിട്ട് മാറുകയും ചെയ്യുന്നുണ്ടാകാം. അതും ഒരു റൂട്ട് കോസാണ് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷന് ഉള്ളത്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ കെമിക്കൽസ്, ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടോക്സിസിറ്റി നമ്മുടെ ചുറ്റുമുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ടോയ്ലറ്ററീസ് ആകാം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മെഡിക്കേഷൻസ് ആകാം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഈവൻ ഫുഡുകളാകാം. അതിനകത്തൊക്കെ ഒരുപാട് നാച്ചുറൽ അല്ലാത്ത അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള ഒരുപാട് കമ്പോണൻസ്, അല്ലെങ്കിൽ ടോക്സിൻസ്, അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ്, ഇതൊക്കെ വരുന്നുണ്ട്. സോ ഇതൊക്കെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു ട്രിഗറിങ് ഫാക്ടറായിട്ട് മാറാം. അത് ഒരു ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടും കാരണമാകാം.